കോൺഗ്രസിന്റെ മഹാപഞ്ചായത്ത് പരിപാടിയിൽ ആവശ്യമായ പരിഗണന ലഭിക്കാത്തതിൽ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച കോൺഗ്രസ് എം പി ശശി തരൂർ കഴിഞ്ഞ ദിവസമാകട്ടെ മറൈൻ ഡ്രൈവിൽ അവിടെ വെച്ച് സംഘടിപ്പിച്ച പരിപാടി ഇടയിലാണ് ശശി തരൂർ തന്റെ പേരെടുത്ത് സ്വാഗതം അറിയിക്കുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ അവസരം നൽകുകയോ ചെയ്യാതിരുന്നതോടുകൂടി തന്നെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുകയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പലപ്പോഴായി തന്നെ അദ്ദേഹം പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയത് മുതൽ തന്നെ കോൺഗ്രസ് നേതൃത്വവുമായി തന്നെ ഇടഞ്ഞു നിൽക്കേണ്ട അവസ്ഥയിലേക്ക് തരൂറിന് എത്തി നിൽക്കേണ്ട അവസ്ഥ വന്നിരുന്നു. പലപ്പോഴായി തന്നെ പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തിയതും കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് കാരണമാവുകയും അവർ ആരോപണങ്ങളായി തന്നെ അത് ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടുള്ള പ്രതിഷേധമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. KC വേണുഗോപാലിനോടും ദീപാദാസ് മുൻഷിയോടും പരാതി അറിയിച്ചതിന് ശേഷമായിരുന്നു ശശി തരൂർ വേദി വിട്ട് മടങ്ങിപ്പോയതും. ഇതോടുകൂടി തന്നെ വീണ്ടും തരൂരിന്റെ കൂടുമാറ്റം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ വലിയ രീതിയിൽ പ്രസക്തമായി തന്നെ ഉയരുകയാണ്. മാത്രമല്ല, നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതിനാൽ തന്നെ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കുമെന്നതിൽ സംശയമില്ല. AICC വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന പരിഗണന ലഭിച്ചില്ല എന്നതാണ് തരൂരിന്റെ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുമെന്നും ഭരണം തിരികെ പിടിക്കുമെന്നുമുള്ള ആത്മവിശ്വാസം രാഹുൽ ഗാന്ധി ഇവിടെ വലിയ രീതിയിൽ പ്രകടിപ്പിക്കുകയാണ് ചെയ്ത നേതാക്കൾക്ക് മുൻപിൽ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ അണിയറയിൽ ഇപ്പോഴും ചേരിതിരിഞ്ഞുകൊണ്ട് സ്ഥാനമാനങ്ങളെ ചൊല്ലി തർക്കങ്ങൾ ഉടലെടുക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം വേണുഗോപാലിനോടും അതൃപ്തി വ്യക്തമാക്കിയ തരൂർ രാഹുൽ ഗാന്ധി മടങ്ങിപ്പോകും മുൻപേ തന്നെ വേദി വിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി എത്തിയ ശേഷം മറ്റാരും സംസാരിക്കില്ല എന്നതായിരുന്നു ആദ്യ തീരുമാനമെങ്കിലും പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനുശേഷം സംസാരിച്ചതാണ് തരൂരിനെ കൂടുതലായി തന്നെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് കോൺഗ്രസ് പ്രവർത്തകർ പല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനൊന്നും തന്നെ കോൺഗ്രസ് നേതാവാകട്ടെ, അതായത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആകട്ടെ ഇതിന് വേണ്ട മറുപടി നൽകുകയോ ചോദ്യത്തോട് പ്രതികരിക്കുകയോ ചെയ്യാതെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. വനിതാ പ്രവർത്തകയുടെ ചോദ്യത്തിന് മുന്നിൽ ലഭ്യനായി നിൽക്കേണ്ട അവസ്ഥ പോലും രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുകയും ചെയ്തു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ എന്ത് ഗുണമായിരിക്കും എന്ന ചോദ്യമാണ് അവിടെ ഉന്നയിച്ചത്. മലയാളത്തിൽ ചോദിച്ച ഈ ചോദ്യമാകട്ടെ ഷാഫി പറമ്പിൽ MP ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തെങ്കിൽ പോലും രാഹുൽ ഗാന്ധി മറുപടി നൽകാതെ മൗനം പാലിക്കുകയാണ് ചെയ്തത്. മറൈൻ ഡ്രൈവിൽ KPCC സംഘടിപ്പിച്ച മഹാപഞ്ചായത്ത് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയതായിരുന്നു അദ്ദേഹം. നീണ്ട പ്രസംഗത്തിന് ശേഷം പങ്കെടുത്ത പ്രതിനിധികൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാൻ അവസരം നൽകുകയും രാഹുൽ ആവശ്യപ്പെടുകയുമായിരുന്നു ചെയ്തത്. കേരളത്തിൽ ഭരണം പിടിക്കുമെന്ന് ഉറപ്പിച്ചത് അല്ലെങ്കിൽ വലിയ രീതിയിൽ ആ ഒരു പ്രസംഗത്തിൽ താൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളം പിടിക്കുമെന്ന ഒരു പ്രസംഗമാണ് നൽകിയത്. ഈ സമയത്ത് മറ്റൊരു ചോദ്യം ചോദിക്കാതെ മറ്റാരും ഒരു ചോദ്യം ചോദിക്കാതെ വന്നതോടുകൂടിയാണ് ഈ വനിതാ പ്രവർത്തക ചോദ്യം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി, താങ്കൾ എന്ത് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ എന്നതായിരുന്നു ഈ പ്രസക്തമായ ചോദ്യമെങ്കിലും രാഹുൽ ഇത് കേട്ട ഭാവം നടിച്ചില്ല എന്നതാണ് മറ്റൊരു വസ്തുതയായി എടുത്തു പറയേണ്ടത്. ഇതിൽ മുതിർന്ന നേതാക്കളടക്കം ഇനി എന്ത് എന്ന ചോദ്യം അവിടെ ചോദിക്കുകയും ചെയ്തെങ്കിലും ഈ സമയം പോലും വലിയ രീതിയിൽ രാഹുൽ ഗാന്ധി അവിടെ മൗനം പാലിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.